ഹലോ വെൽക്കം ബാക്ക്. ശരിക്കും ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പുറത്ത് നല്ല മഴയാണ്, അധികം വെളിച്ചമൊന്നുമില്ല. പിന്നെ ഇന്നാണെങ്കിൽ മഴ പെയ്യുമ്പോൾ നമുക്കൊന്നും വീഡിയോ എടുക്കാൻ തോന്നില്ലല്ലോ. അപ്പോഴാണ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ 2 അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 അൺബോക്സിങ് വീഡിയോയിലും കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറേ ആൾക്കാർക്ക് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം കുറേ കമൻറ്റ്സ് ഇടുന്നത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പക്ഷേ എല്ലാവരും എല്ലാ വീഡിയോസും കാണുന്നില്ലല്ലോ. അപ്പം ഞാനത് ഒഴിവാക്കി. പലരും നമ്മുടെ വീഡിയോസിൽ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട് എന്നെ. അപ്പം അവരെന്നോട് പറയുന്നതാണ് എല്ലാ കമൻസിനൊന്നും റിപ്ലൈ കൊടുക്കേണ്ട, കുറേയൊക്കെ ഒഴിവാക്കി കളാം. ശരിയാണ്, ഞാൻ ഒഴിവാക്കി കളഞ്ഞത് തന്നെയാണ്. പക്ഷേ വീണ്ടും ആ വ്യക്തികൾ എനിക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അവർ ആ കമൻറ്റ്സ് റിമൂവ് ചെയ്യാം. പിന്നെ ഞാൻ വിചാരിക്കും മൈൻഡ് ആക്കില്ല, ഒഴിവാക്കി വിട്ടു. പക്ഷേ വീണ്ടും ഇപ്പം ഇന്നലെ ഹോം ടൂർ കിച്ചൺ ടൂർ വീഡിയോ ചെയ്തപ്പോൾ അതിലുണ്ട് അവരെന്നെ കമൻറ്റ്. അവരൊരു കോംബോ പോലെയാണ്. അതായത് ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ആൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി തന്നെ ഫേക്ക് ഐ ഡിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ്സ് ഇടുകയെന്ന് തോന്നുന്നു. ഞാൻ മനസ്സിലാക്കിയ കാര്യം അങ്ങനെയാണ് കേട്ടോ, സത്യം എന്താണെന്നറിയില്ല. നമുക്കെന്തായാലും കുറച്ച് കമൻസിനുള്ള റിപ്ലൈ തരാം. അത് ഞാൻ ആദ്യം വിചാരിച്ചു എന്തിനാ വെറുതെ ഇങ്ങനെ, പിന്നെ വിചാരിച്ചു നമ്മൾ ചില കമൻറ്റ്സ് നമ്മളങ്ങനെ വെക്കൂലേ, അപ്പോൾ എന്താ പറയുക, നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാർ വരെ അതേപോലെ ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രതികരിച്ചിട്ടില്ല എന്നാണെങ്കിൽ ശരിക്കും ആ കമൻറ്റ് ചെയ്യുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആവും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ചിലതിനൊക്കെ നമ്മൾ പ്രതികരിക്കണം. ഇന്നത്തെ കാലത്ത് പ്രതികരിക്കാണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇത് റിലേറ്റഡ് ഒന്നുമല്ല കേട്ടോ. ഇത് പറഞ്ഞപ്പം, ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ ഒരു മെസ്സേജ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ്, എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടേ. ഇപ്പം നമ്മളാരെങ്കിലും മാക്സിമം നമ്മൾ ഉപദ്രവിക്കാൻ നിൽക്കുമ്പം പണ്ടൊക്കെ പറയാം അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അവരായിട്ട് മൈൻഡ് ആക്കണ്ട എന്നാണ്. പക്ഷേ അത് പണ്ട് നടക്കുമായിരിക്കും, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ മാക്സിമം ഉപദ്രവിക്കാൻ നടക്കുന്നവരെ നമ്മൾ മൈൻഡ് ആക്കുകയും ചെയ്യരുത്, അവരൊരു കാര്യത്തിൽ ഇടപെടരുത്. പിന്നെ അവർ നമ്മളെ ഫ്രണ്ട്സല്ല, ഫാമിലി മെമ്പേഴ്സല്ല, ഒന്നുമല്ല. പിന്നെ അവരെ നമ്മളെ ലൈഫിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. അവരെ മൈൻഡ് ആക്കരുത്, നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. അതിനി ബന്ധുക്കളാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. നിങ്ങൾക്ക് അതിന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒഴിവാക്കി കളഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു ചിലപ്പം ചില ആൾക്കാരുണ്ടല്ലോ നമ്മളെ ഫാമിലി മെമ്പേഴ്സിലാണെങ്കിലും ഇവിടെ ഒരാൾക്ക് ഇന്നിവിടെ രാവിലെ മോളെ സ്കൂളിൽ വിടുന്ന സമയത്തേ രാവിലെ ഒരു തമാശ ഉണ്ടായി. രാവിലെ സ്കൂളിലേക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി നിന്നായിരുന്നു റൂഹി മോള്. നാളെ റൂഹിൻ്റെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ ഒരുങ്ങി നിന്നപ്പോഴാണ് ഒരു കാര്യം വന്നത്. അതായത് ഇവൾക്ക് നല്ല പേടിയാണ് ഇടിമിന്നൽ. അപ്പോൾ നല്ലൊരു ഇടി പൊട്ടിയപ്പോൾ ഇക്ക പറഞ്ഞു മതി ഇന്ന് സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. അവളെ സ്കൂൾ ബസ്സിലോട്ട് പോകാൻ നേരത്ത് ഭയങ്കര മഴയും ഇടിയും മിന്നലൊക്കെ കൂടിയായിരുന്നു. അവൾ രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പം സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ റൂഹിക്ക്? റൂഹി സീനിയർ അല്ലേ? പറഞ്ഞേക്കെ സീനിയറാണ്. അതുപോലെ കുട്ടികൾ നല്ല കരിയില്ലായിരുന്നാ ജൂനിയേഴ്സൊക്കെ? അപ്പോൾ റൂഹി എന്താ പറഞ്ഞേ? കരിയണ്ട പറഞ്ഞില്ലേ? അപ്പം വേറെ കുട്ടികൾ അവളുടെ ക്ലാസ്സിൽ ജൂനിയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ കരീന കാണുമ്പം ഇവൾക്ക് ഭയങ്കര തമാശ. കഴിഞ്ഞ വർഷം ഇവിടെ അങ്ങനെയായിരുന്നു. ഈ റൂഹി താഴെ പോയിക്കോ, ഒരു കാര്യം പറയാണ് കേട്ടോ. നല്ല കുട്ടിയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു വന്നെന്താ വെച്ചാൽ നമുക്ക് സമാധാനം വേണോ എന്നാൽ പിന്നെ നമ്മളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാൻ. നമ്മൾ ആരാണോ നന്നായിട്ട് കെയർ ചെയ്യുന്നത്, നമ്മൾ ആരാണോ മൈൻഡ് ആക്കുന്നത് അവരെ മൈൻഡ് ചെയ്യുക. മൈൻഡ് ആക്കാത്തവരെ അങ്ങോട്ട് പോയിട്ട് മൈൻഡ് ആക്കാൻ നിൽക്കരുത്. അവരായി അവരുടെ പാടായി അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ഹാപ്പിയാവും. അല്ലെങ്കിൽ നമ്മൾ ചിലർ ചിന്തിക്കൂലേ അവരെന്താ നമ്മളെ മൈൻഡ് ആക്കാത്തത്, എന്തുകൊണ്ട് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നില്ല, നമ്മളെ വിളിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കില്ലേ. അപ്പോൾ നമുക്ക് ഓരോ ടെൻഷൻ കൂടും. ഒഴിവാക്കി വിടുക. അങ്ങനത്തെ ആൾക്കാർ നമ്മളെ ലൈഫിലേ വേണ്ട, അതില്ലാന്നാണ് വിചാരിക്കുക. ഓക്കെ, അപ്പം ഞാനത് പറയാൻ കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഇന്നത്തെ മെസ്സേജ് ഉണ്ടല്ലോ അതിൽ
ഞാൻ ഈ ഒരു മെസ്സേജ് ഇട്ട ആളെ ഞാനിങ്ങനെ വിചാരിച്ചു അവിടെ കിടന്നോട്ടെ, അവർ മെസ്സേജ് ഇട്ട് പോയിക്കോളും എന്ന്. പക്ഷേ എല്ലാ വീഡിയോസ് സാധാ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്സിലൊന്നും ഇടുന്നില്ല കേട്ടോ. പ്രൊമോഷനുള്ള വീഡിയോസിൽ അവർ ഭയങ്കരമായിട്ട് മെസ്സേജ് ആക്കുന്നുണ്ട്. ഞാനിങ്ങനെ വിചാരിക്കും ഇവർ പ്രൊമോഷൻ, അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും ഇരുന്ന് കാണുന്നുണ്ട്. പ്രൊമോഷനുള്ള വീഡിയോസ് പ്രത്യേകമായിട്ടൊരു മെസ്സേജാണ്. ആ ഫുൾ നെഗറ്റീവ് കമൻസാണ്. നെഗറ്റീവെന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്നെ അതൊന്നും ബാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒഴിവാക്കി വിടും. പക്ഷേ അത് കാണുമ്പോൾ നമ്മൾ ആ പോസ്റ്റ് അവിടെ ഇങ്ങനെ, ആ കമൻറ്റ് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ, നമ്മൾ എപ്പോഴും കമൻറ്റ്സ് നോക്കണമെന്നില്ല, അവിടെ നിൽക്കുമ്പോൾ കാണുന്ന ആൾക്കാർ വിചാരിക്കും ആയിഷ എങ്ങനെയാണ്, അങ്ങനെ ആളുകളൊക്കെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവർ. ഓക്കെ, ഞാൻ ആ കമൻറ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ടൂയിമുളാണ്ട് പോയിക്കോ, ടൂയിമുൾ ഭയങ്കരമായിട്ട് ഉമ്മാനെ ഡിസ്റ്റർബ് ആക്കുന്നുണ്ട്. ഫസ്റ്റ് ആ കമൻറ്റ് ഞാനിവിടെ കൊടുക്കുക സൈഡിൽ. CM ആയിഷ, എൻ്റെ പേര് തന്നെയാണത്, CM ആയിഷ. ഈയൊക്കെ മരിച്ചു പോകുമ്പോൾ കൊണ്ടാകാൻ പറ്റുമെന്ന്. അതായത് ഒരു 6-7 ദിവസം മുമ്പ് ഒരു കുക്ക് വെയറിൻ്റെ പാത്രങ്ങളുടെ, അതായത് ബ്രോൺസ് പാത്രങ്ങളുണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ആ പാത്രങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ. അത് ആ കുറച്ച് പാത്രങ്ങളുള്ളൂ അതിൽ കേട്ടോ, സത്യം പറയണമെങ്കിൽ. അതും ചോദിച്ചിട്ടുണ്ട്. അതിന് ശേഷം വേറെ കമൻറ്റ് അവർ തന്നെ, പേരിനൊരു പർദ്ദയും ഷോളും ഇട്ട് ശരീരം മുഴുവൻ മറച്ചിട്ടല്ലേ, പിന്നെന്താ ഇസ്ലാമിനെ തന്നെ അപമാനമാണ് ഈ സ്ത്രീന്ന് എന്നോട്. റബ്ബേ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇത് ഫസ്റ്റായിട്ടൊരു വീഡിയോ കാണുന്ന ആൾ ഇങ്ങനെയൊക്കെ എഴുതും, മീൻസ് ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ എന്തായിരിക്കും വിചാരിക്കുക? ഞാനിത് ഭയങ്കരമായിട്ട് എനിക്ക് മീൻസ് ഡിലീറ്റ് ചെയ്ത് കളയായിരുന്നു. പക്ഷെ ഞാൻ കണ്ടപ്പോൾ കുറേ ലേറ്റായിപ്പോയി. 3 ദിവസം കഴിഞ്ഞിട്ടങ്ങനെ മീൻസ് കണ്ടത് ആ മെസ്സേജ്. ആ ഫസ്റ്റ് ഡേ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനിങ്ങനെ മീൻസ് എപ്പോഴും നമ്മളിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ല, ഇതിങ്ങനെ മെസ്സേജ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പം താഴെ വേറെ നല്ല കമൻസ് ഉണ്ട് കേട്ടോ. റിസ്വാന തെസ്നി, ആരും മരിച്ചു പോകുമ്പോൾ പാത്രങ്ങളായിട്ട് പോവില്ല എന്ന് നിങ്ങൾക്ക് അറിയൂലേ, പിന്നെ എന്താണ് ഇതൊക്കെ, അവരുടെ ജോലി ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നെഗറ്റീവ് പറഞ്ഞ് അവരെ വേദനിപ്പിക്കാണ്ടിരുന്നൂടെ, നിങ്ങളൊക്കെ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് അവരോടെ. അപ്പോൾ ഞാൻ അവർ ആ മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈയൊക്കെ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകില്ലേ എന്ന് പറഞ്ഞില്ലേ CM ആയിഷ. അപ്പം ഞാൻ അതിന് തമാശ ചിരിച്ചും കൊണ്ട് സ്മൈലിട്ട് ഞാൻ പറഞ്ഞു, ഭയങ്കര സംസ്കാരം തന്നെ കേട്ടോ, സമ്മതിച്ചു എന്ന് പറഞ്ഞു. കാരണം സംസ്കാരക്കുറവ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ. എനിക്കൊന്നും ഇപ്പം എനിക്കെൻ്റെ മനസ്സിൽ, ഞാൻ സപ്പോസ് എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും ഞാൻ ഒരിക്കലും അത് ഓപ്പണായിട്ട് ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. മനസ്സിൽ ചിലപ്പോൾ നമ്മൾ പറയുമായിരിക്കും ഇവർക്ക് അങ്ങനെ ചെയ്യുമെന്ന്, പക്ഷെ ഒരിക്കലും അവർക്കത് വേദന വരുന്നെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കില്ല. അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം കുറവുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ എന്താണെന്നുള്ളത് അയാൾക്ക്, ആ പറഞ്ഞ ആൾക്ക് അറിയൂല. ഓക്കെ, അപ്പോൾ CM ആയിഷ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രക്ക് എന്നോട് എന്തെങ്കിലും ഒരു വിദ്വേഷം, മീൻസ് എന്താണ്, ഇസ്ലാമിനെ തന്നെ അപമാനമാണ് ഈ സ്ത്രീ എന്നല്ല പറഞ്ഞത്. ഓക്കെ, ഇസ്ലാമിന് അപമാനമല്ലാത്ത സ്ത്രീയാണ് നിങ്ങളെങ്കിൽ എന്നെ വിളിക്കൂ. എൻ്റെ നമ്പർ 7306561106 വിളിക്കൂ. ഞാൻ ഓപ്പണായിട്ട് പറയണം, വലിയ വിളിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ വിളിക്കൂ, അപമാനമല്ലാത്ത സ്ത്രീ ഒന്ന് വിളിക്കൂ. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് എന്നോടുള്ള ഒരു വിരോധം എന്നറിയണം. അതിന് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതിന് താഴെ ഹാഷ്മി മഷൂർ, അത് എനിക്കറിയുന്ന ഒരാളാണ്. മൈൻഡ് യുവർ ലാംഗ്വേജ്. കാരണം എനിക്ക് പ്രശ്നമില്ലെങ്കിൽ പോലും എന്നെ അറിയുന്ന ആൾക്കാർക്ക് കാണുമ്പം ഭയങ്കര ഇതാണ്. അത് മാത്രമല്ല കേട്ടോ, വേറൊന്നും കൂടി, ആ CM ആയിഷ എഴുതിയ ഒരു മെസ്സേജ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു ആ വ്യക്തിനോട്, CM ആയിഷനോട്. ഭർത്താവിന് അസുഖമായാലും ആർഭാടത്തിനൊരു കുറവുമില്ല, അതാദ്യം സമ്മതിക്കട്ടോ എന്നോട്. ശരിയാണ്, എൻ്റെ ഹസ്ബൻഡിന് ട്രീറ്റ്മെൻറ്റിലാണ്. എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ആ ഒരു സബ്ജക്റ്റ് അവിടെ വെച്ച് നിർത്തുന്നു. പക്ഷേ ആ മെസ്സേജ് അവരിട്ടല്ലോ, ആ CM ആയിഷ, ഞാൻ ഈ വീഡിയോയിലൂടെ വെല്ലുവിളിക്കാൻ വിചാരിച്ചോളൂ, എന്നെ കോണ്ടാക്ട് ചെയ്യും. പിന്നെ അവരെന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നല്ലാണ്ട് ആർഭാടത്തിനും അഹങ്കാരത്തിനും അതിരില്ല, എന്നിട്ട് എൻ്റെ സംസ്കാരത്തിനെ സമ്മതിക്കുകയാണെന്ന്. അതായത് ഈ
പ്രോഡക്ട്സ് എല്ലാതും ഇവരെ ഞാൻ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല, എന്തിനാ വെറുതെ അല്ലേ, വേണ്ട. അവരുടെ ആ ഒരു സംസ്കാരക്കുറവ് തന്നെ ഞാൻ പറയുള്ളൂ, അവിടെ കിടക്കട്ടെ. അവരുടെ മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല, അതവിടെ വിട്ടു. അടുത്ത മെസ്സേജ് ഇതേപോലെ തന്നെ ആ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ ആ CM ആയിഷ മെസ്സേജ് ഇട്ടപ്പോൾ അതിന് 3, 4, 5 ലൈക്കൊക്കെ വരുന്നുണ്ട്. അപ്പം ആ വ്യക്തിയെ പോലെ തന്നെയാണ് അത് ലൈക്ക് അടിച്ചവരുടെയും ഹൃദയം. മീൻസ് അവരും ആ പറഞ്ഞ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവരൊക്കെ എങ്ങനെ എന്താ പറയുക ഒരു ഹ്യൂമൻ ബീയിങ് ആവുന്നതെന്നാണ് എനിക്കറിയാത്തത്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ തന്നെയാണ് എല്ലാവരും. ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ നല്ല കാര്യങ്ങളുണ്ടാവും, മോശം വശങ്ങളുണ്ടാവും. മോശം വശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ്സ് നല്ലത് മാത്രം പറയാനില്ല, മോശവും പറയാൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഇല്ലാണ്ട് മോശം എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് വിചാരിച്ചിട്ട് മോശം പറയുന്നില്ലേ, അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് വെറുതെ ഒരാളെ ഹേർട്ട് ചെയ്യുന്നത്? അതാണ് ചോദ്യം. ഇപ്പം ഈ CM ആയിഷ ചോദിച്ച ചോദ്യങ്ങളില്ലേ, മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവുക, ഭർത്താവിന് അസുഖമായിരിക്കുമ്പോൾ ഞാൻ ആർഭാടം കാണിക്കുന്നു, പേരിന് പർദ്ദയും ഷോളിട്ട് ഇസ്ലാമിന് തന്നെ അപമാനമാണ് സ്ത്രീ, 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതോടുകൂടിയിട്ട് തന്നെ അവരുടെ ആ ഒരു കൾച്ചർ എന്താണെന്നുള്ളത് വ്യക്തമാണ്. ഇതുപോലത്തെ കാര്യങ്ങളിൽ പ്രതികരിക്കരുത് എന്നാണ് എന്നെ ഇഷ്ടപ്പെടുന്നവർ പറയാറ്. പക്ഷേ ഞാനിവരെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവർക്ക് എൻ്റെ ഇത് പേജിൽ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഇവർ വേറെ പേരിൽ കമൻറ്റ് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. മീൻസ് ഇവർ ഫേക്ക് ID ആണെന്നുള്ളത് ഉറപ്പാണ്. അതും എനിക്ക് തോന്നുന്നു ഇത് എന്തായാലും യൂട്യൂബ് റിലേറ്റഡ് ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞു. കാരണം പ്രൊമോഷൻസ് വരുമ്പോൾ മാത്രമാണ് ഇവർ ഇങ്ങനെ മെസ്സേജ് ആക്കുന്നത്. ഒരു സാധാരണക്കാരല്ല. നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് ആക്കണം എന്നാണെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞല്ലോ, അതിൽ വിളിക്കൂ, നമുക്ക് സംസാരിക്കാം. പണ്ടൊക്കെ എനിക്ക് അഡ്വക്കേറ്റ് ആവാനായിരുന്നു താല്പര്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. കാരണം എനിക്കിങ്ങനെ സത്യം പറയാൻ ഞാനിപ്പോൾ ഒരുപാട് മാറി. പണ്ട് എനിക്കിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യണ കണ്ട അപ്പോൾ പ്രതികരിക്കണം, അത് മീൻസ് തെറ്റാണ് എന്ന് പറഞ്ഞ് ഒരു വാദിച്ച് ജയിക്കല്ലേ, അതെനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. വാദിച്ച് ജയിക്കും ചെയ്യും ഞാൻ. അപ്പോൾ എനിക്ക് അഡ്വക്കേറ്റ് ആവാൻ മീൻസ് കുറേ കാര്യങ്ങൾ ചെയ്യണം, നല്ലതിലോട്ട് ചെയ്യണം, കുറേ ആൾക്കാരെ മാറ്റണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വീട്ടുകാരെല്ലാവരും കൂടി മാറ്റി ഒഴിവാക്കി BCom ഒക്കെ എടുപ്പിച്ച് അങ്ങനെ യൂട്യൂബറായി. പിന്നെ ഇവിടെ അങ്ങനെ ഒരുപാടൊന്നും പബ്ലിക്കായിട്ട് സംസാരിക്കാനൊന്നും താല്പര്യപ്പെടാത്ത ആളാണ്. അപ്പം ക്ഷമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്ഷമിച്ച് ഇപ്പം ഞാനങ്ങനെ സംസാരിക്കാത്ത ഒരാളായി മാറി. പക്ഷേ എൻ്റെ മനസ്സിനുള്ളിൽ തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു സ്വഭാവം ഇപ്പോഴുണ്ട്. തെറ്റ് കണ്ടാൽ മീൻസ് ഞാൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നോടിപ്പോൾ ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാനത് എൻ്റെ ഭാഗത്ത് തെറ്റാണ്, ഞാൻ സോറി പറയാൻ റെഡിയാണ്. പക്ഷേ വേറെ ആളതുപോലെ തെറ്റ് ചെയ്താൽ എനിക്കത് പ്രതികരിക്കാനിങ്ങനെ വരും. പക്ഷെ ഞാൻ വേണ്ട, ഒഴിവാക്കി വിടും. അങ്ങനെ ആയി മാറി. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ മെസ്സേജ് കണ്ടപ്പോൾ ശരിക്കും ആ ഒരു ഇത് വന്നത്, ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഇത് വന്ന്. ഓക്കെ, അടുത്തത്, അവർ ഈ പാത്രങ്ങൾ റിലേറ്റീവ്സിനും പാവങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ടാവും, എല്ലാതും വീഡിയോസിൽ പറയില്ലല്ലോ. ഈ നെഗറ്റീവ് കമൻസ് ഒന്നും റിപ്ലൈ എടുക്കാൻ നിൽക്കല്ല ആയിഷ, എന്നാൽ പിന്നെ ഇതിന് നേരം കാണും, അവരൊക്കെ അവരുടെ നെഗറ്റീവും പറഞ്ഞ് കൊണ്ടിരിക്കട്ടെ എന്ന്. സുബ്ഹാൻ, ശരിയാണ്, ഞാൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം ഇത് കുറേ മുമ്പത്തെ ഒരു വീഡിയോ ആണ്. പക്ഷെ അതിപ്പം എടുത്ത് പറയാൻ കാരണം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ എല്ലാ പാത്രങ്ങളുടെ വീഡിയോസ് കാരണം കിച്ചൺ ടൂർ, ഇന്നലെ ഞാൻ കിച്ചൺ ടൂർ വീഡിയോ ചെയ്തു, അതിലും ഇവരെന്നെ കമൻ്റ് ഇടുന്നത്. മീൻസ് ഞാൻ പറഞ്ഞില്ലേ, ഈ CM ആയിഷയുടെ കൂടെ വേറെ 1-2 വ്യക്തികളും കൂടിയുണ്ട്, അത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇവരുടെ ഒരാളുടെ തന്നെ ഫേക്ക് IDs തന്നെ ആയിരിക്കും എന്ന് എൻ്റെ ഒരു സംശയമാണ്. കാരണം ഈ CM ആയിഷ കമൻ്റ് ഇടുമ്പോഴാണ് അതിൻ്റെ കൂടെ മറ്റുള്ളവരും ആ 2 പേരുള്ളൂ, ഒരു പേര് എനിക്ക് ഓർക്കുന്നില്ല, അതുതന്നെയാണോന്ന് കറക്റ്റ് അറിയില്ല, ആ ഒരു 3-4 വ്യക്തികൾ ഒരുമിച്ചിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ തന്നെ ആയിരിക്കാം ഫേക്ക് IDs. എന്തായാലും അവരുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് നല്ലതാണ്. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം വ്യക്തമാക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അഹങ്കാരം അങ്ങനെയുള്ള രീതിയിലല്ല കേട്ടോ പറയണത്. എനിക്ക് തോന്നുന്നു ഫുഡ് വ്ളോഗേഴ്സിൽ ഏറ്റവും കൂടുതൽ അൺബോക്സിങ് ചെയ്ത ഞാനാണോ? കുറേ ആൾക്കാർ പറയാറുണ്ട് പാത്രങ്ങളുടേത്.
കാരണം ഞാൻ യു എയിലും നാട്ടിലെയും പ്രൊമോഷൻസ് ഒരേപോലെ ചെയ്യുന്നുണ്ട്. ഇത് ഞാനിപ്പം ഒരു അഹങ്കാരമായിട്ടൊന്നുമല്ല കേട്ടോ പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ പാത്രങ്ങളുടെ പ്രൊമോഷൻസ് യു എത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഗാഡ്ജറ്റ്സ്, കിച്ചൺ സംഭവം, അങ്ങനത്തെ കുറേ പാത്രങ്ങളുടെ അനുഭവം മീൻസ് ഗിഫ്റ്റുകൾ എനിക്ക് വന്നിട്ടുണ്ട്, കൊളാബറേഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഫുൾ അൺബോക്സിങ് ആയിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബ്രാൻഡ് എനിക്ക് ഒരു സംഭവം തരികയാണെങ്കിൽ അവരെനിക്കത് ഫ്രീ ആയിട്ട് തരുന്നത്. അപ്പോൾ ഞാനത് എൻ്റെ ഒരു കടമയല്ലേ അത് അവരെ മാക്സിമം അവർക്ക് റീച്ച് എത്തുന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യാമെന്ന്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനറിയാം ഞാൻ നല്ലത് മാത്രമേ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. മീൻസ് എനിക്ക് നല്ലതെല്ലാം തോന്നുകയാണ് ഞാനത് പറയാറുണ്ട്, അല്ലാണ്ട് അത് വാങ്ങിച്ച് നിങ്ങൾ കുടുങ്ങാൻ നിൽക്കാറില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും ഐഷ വീഡിയോയിൽ ചെയ്താൽ അത് നല്ലതാണെന്നുള്ളൊരു വിശ്വാസം വ്യൂവേഴ്സിനുണ്ട്. ഇപ്പം സപ്പോസ് ഞാനിപ്പം സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോവില്ല. സപ്പോസ് ഇപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ വലിയ വലിയ ബ്രാൻഡഡ് ഫേസ് ക്രീമുകളൊക്കെ വീഡിയോ ചെയ്യുന്നത്? എല്ലാവരുടെയും പോലെ എനിക്കും വരുന്നുണ്ട്. പക്ഷേ അതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ടാവാം എനിക്കത് ചെയ്യാൻ തോന്നില്ല. വലിയ എമൗണ്ടാണ് അവർ കോട്ട് ചെയ്യുന്നത്. നമുക്ക് പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. വലിയ ബ്രാൻഡ്സിനൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ടാണ്. പക്ഷെ അത് നല്ലതായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ളതൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം, വീട്ടിലുണ്ടാക്കുന്നത് അങ്ങനത്തെ ഓയിലുകളൊക്കെ അല്ലെങ്കിൽ ക്രീമുകളൊക്കെ. അല്ലാത്തത് നമ്മൾ ബ്രാൻഡഡ് പുറത്തുനിന്ന് വരുന്ന ബ്രാൻഡ്സൊക്കെ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് 1 വർഷം 2 വർഷം കഴിഞ്ഞാലേ നമുക്ക് വരുള്ളൂ. കിഡ്നിയൊക്കെ അടിച്ച് പോയിട്ട് ഞാൻ കാരണം ഒരാളുടെ ലൈഫ് ബാധിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനത്തെ പ്രൊമോഷൻസൊക്കെ ഒഴിവാക്കുന്നത്. പിന്നെ എനിക്ക് നന്നായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ചില മോയ്സ്ചറൈസേഴ്സൊക്കെ ഉണ്ട്. ചിലതല്ല, ഒരെണ്ണമാണ് യൂസ് ചെയ്യുന്നുള്ളൂ, 1-2 അത് പ്രൊമോഷൻ അല്ലെങ്കിൽ പോലും ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം എനിക്കൊരു ടെൻഷനാണ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതെനിക്ക് അറിയില്ല, അതിന് വ്യക്തമായിട്ടുള്ള അറിയില്ല. പക്ഷെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നതും അകത്തേക്ക് ഇൻടേക്ക് ചെയ്യുന്ന മരുന്നുകളൊക്കെ ഉണ്ടാവില്ലേ, ശരീരം ഗ്ലോ ആവാനൊക്കെ, അതൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കാറില്ല. അതിന് എത്ര പൈസ തരാമെന്ന് പറയാൻ നിൽക്കാറില്ല. അത് നിങ്ങൾക്കറിയാം. അതേപോലെയാണ് പാത്രങ്ങൾ എനിക്ക് നല്ലതെന്ന് തോന്നുമ്പോൾ പാത്രങ്ങൾ പിന്നെ നിങ്ങൾക്ക് പൈസ മുടക്കുക എന്നല്ലാണ്ട് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. ഓക്കെ, ഒന്നത്. രണ്ടാമതായിട്ട് ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെട്ട ബ്രാൻഡ്സ് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ചിലപ്പം ചിലതൊക്കെ വില കൂടുമായിരിക്കും, പക്ഷെ അത് നമുക്ക് വാങ്ങിച്ചാൽ വർത്താവുന്ന പ്രോഡക്ട്സ്. ഓക്കെ, അപ്പം എന്താ പറയുക, ചില ഹസ്ബൻഡുമാർ ചില ഭാര്യമാരൊക്കെ പറയാറുണ്ട് ഐഷ യൂസ് ചെയ്യുന്നത് തന്നെ നമ്മൾ വാങ്ങിക്കാറുള്ളൂ എന്നൊക്കെ. അപ്പം അതുകൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും ആ ബ്രാൻഡ്സ് വീണ്ടും വീണ്ടും എനിക്ക് തന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതൊന്നും ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് ഭാഗത്തിൽ പറയല്ല കേട്ടോ, പക്ഷെ നിങ്ങൾ അറിയണം. അപ്പം അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലോട്ട് അൽഹംദുലില്ലാഹ് എനിക്ക് പുതിയ പാത്രങ്ങളോ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം പ്രൊമോഷനായിട്ട് ഗിഫ്റ്റായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തരുമ്പം എൻ്റെ ചുമതലയാണ് അത് മാക്സിമം അവർക്ക് റീച്ച് എത്തിക്കുക. അവരെന്തിനാണ് എനിക്ക് ഗിഫ്റ്റ് തരുന്നത്? അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കൊടുക്കാനില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പാത്രമല്ലേ, കേടുവരില്ലല്ലോ. ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ റോയൽ ഫോർഡിൻ്റെ ആ പാത്രം ഇന്നലെ കാണിച്ച പാത്രങ്ങളില്ലേ, അതെനിക്ക് 1 വർഷം മുമ്പ് എങ്ങാനും ഗിഫ്റ്റായിട്ട് തന്നതാണ്. അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തു, ഇപ്പോഴും ഞാനത് വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ വീണ്ടും നിങ്ങളത് നോട്ട് ചെയ്തില്ലേ, റോയൽ ഫോർഡ്, ഹോം വേ, ആ പ്രൊഡക്ട്സൊക്കെ. അപ്പം പാത്രങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ കാണുമ്പം അവർ ഓക്കെ ഐഷൻ്റെ കണ്ടു പാത്രങ്ങൾ, ഓക്കെ നല്ല പാത്രങ്ങളാണല്ലോ, അത് വാങ്ങിക്കാം. ആ ബ്രാൻഡ് മനസ്സിൽ വന്നു. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ പാത്രങ്ങൾ തരുന്നത്. അല്ലാണ്ട് ഒരാൾ പൈസ മുടക്കി ഒരു സാധനം നമുക്ക് ഗിഫ്റ്റായിട്ട് വെറുതെ തരില്ല. ആരും അതിൽ കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ എപ്പോഴും യൂട്യൂബേഴ്സിന് മാത്രമല്ല നമുക്കും കുറച്ച് ഗിഫ്റ്റായിട്ട് തരും, നമ്മൾ പ്രൊമോട്ട് ചെയ്യാമെന്ന്. ഇപ്പം യൂട്യൂബ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇപ്പം എനിക്ക് തന്ന പോലെ തന്നെ വേറെയും കുറേ ഇൻഫ്ലുവൻസേഴ്സിന് അവർ കൊടുക്കുന്നുണ്ട്. അവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുമ്പോഴാണ് ആ ഒരു സംഭവം ആളുകൾ എത്തുന്നത്, നിങ്ങൾ വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ എന്നെപ്പോലെ തന്നെ കുറേ യൂട്യൂബേഴ്സും ഇതേപോലെ ചെയ്യുന്നുണ്ട്. അവർക്കും ഇതുപോലെ കണ്ടിട്ട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് അല്ലേ. എൻ്റെ മാത്രം കണ്ടിട്ടല്ലല്ലോ നിങ്ങൾ വാങ്ങിക്കുന്നത്, വേറെയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ഇപ്പം സോഷ്യൽ മീഡിയ ത്രൂ ആണ് ചെയ്യുന്നത്. നല്ല തലവേദന വരുന്നുണ്ട്, കാരണം ഇന്ന് എന്തോ ഒരു മൂഡില്ലാത്തൊരു ദിവസമായിപ്പോയി
ഇതുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതും അതും കൂടി കൂട്ടിക്കുഴയ്ക്കേണ്ട. ഞാൻ ഓപ്പണായിട്ടാണ് ഇതൊക്കെ നിങ്ങളോട് പറയണത്. അപ്പം ചിലപ്പോൾ എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ വിചാരിക്കും. അങ്ങനൊന്നും വിചാരിക്കേണ്ട. ഞാൻ മനസ്സിൽ തുറന്നിട്ടുണ്ട് പറയണം, ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ നിൽക്കുന്നില്ല. ചിലതൊക്കെ നമ്മൾ പറയും, ആലോചിച്ച് പറയണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പല രീതിയിലും ചിന്തിക്കാമെന്ന്. അതായത് ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതായിരിക്കും, പക്ഷേ കേൾക്കുന്നവർ ഇതിലൂടെ ചിന്തിക്കും, ഇതിലൂടെ ചിന്തിക്കും. അപ്പോൾ നെഗറ്റീവായി മാറും. സോ ഇതൊന്നും ഞാൻ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പറയല്ല കേട്ടോ. നിങ്ങൾ ആ സ്ട്രെയിറ്റ് കാര്യം മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടാൻ നല്ലവണ്ണം ക്യാഷ് വേണമല്ലേ? ഇങ്ങനെ യൂട്യൂബേഴ്സിന് മാത്രം കൊടുക്കാണ്ട് നമുക്കെല്ലാവർക്കും ഓരോന്നും അയച്ചു തന്നാൽ നമ്മളും പരസ്യം ചെയ്യാം. ഹബീബ് ബഷീർ. അതിനാണ് ഞാനിപ്പോൾ ഈ മറുപടി പറഞ്ഞത്. നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഇതുകൊണ്ടാണ് യൂട്യൂബേഴ്സിന് കൊടുക്കുന്നത്. പിന്നെ ഈ പാത്രങ്ങളൊക്കെ നമുക്ക് തരുമ്പോൾ അവർ പറയും ഇന്ന പോലെ ചെയ്യണം എന്ന്. നമുക്ക് അത്യാവശ്യം ഒരു 2, 3, 4 മണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു വീഡിയോ ചെയ്യുന്നത്. അത് എഡിറ്റ് ചെയ്യാൻ വേറെ സമയം. എന്നിട്ട് അവർക്ക് അപ്രൂവലിന് അയക്കും, അവരിങ്ങോട്ട് നോക്കും, ചേഞ്ചസ് വരുത്താണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ പുറകെ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഉറക്കൊഴിച്ച് അതൊക്കെ ആ ഒരു ഫീൽഡിലുള്ളവർക്കേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ. മമ്മൂസ് മോൻ. എന്തിനാ ഇത്രയും പാത്രങ്ങൾ? നിങ്ങൾ തന്നെ 1 ടൈം യൂസ് ചെയ്യും, പിന്നെ യൂസ് ആക്കില്ല, വെറുതെ ഷോക്കേസിൽ വെക്കാൻ. 14 ലൈക്ക് ഉണ്ട് അതിന്. അതിൽ സൈനബ് നസീം പറഞ്ഞിട്ടുണ്ട്, ഇവർ ഇത്രയും വർഷം യൂട്യൂബിൽ ജോലി കൊണ്ട് നടക്കുന്നതിനുള്ള സാധനങ്ങൾ അവർക്ക് കിട്ടുന്നു. കാണുന്ന നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്ന പുതിയ ട്രെൻഡും കാണാം, സാധനങ്ങളും കാണാൻ അറിയാൻ പറ്റും. ആവശ്യമുള്ളവർ അത് വാങ്ങിക്കുന്നു. ഓരോ ജോലിക്കും അതിൻ്റെ എഫേർട്ട് കൂടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കിട്ടുന്നു. അതുപോലെ ഇവരും ജോലിക്ക് കൊളാബായി കാശും സാധനങ്ങളും കിട്ടുന്നുണ്ടാവും. ശരിയാണ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ ഷോക്കേസിൽ വെക്കുന്നതെന്ന് പറയില്ലേ, ഇപ്പം ഇന്നലത്തെ കിച്ചൺ ടൂറിലാണ് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് വന്നത്. എന്തിനാ ഇത്രയും പാത്രങ്ങളെന്ന്. ശരിക്കും ഇപ്പം ഞാൻ എപ്പോഴും ഒരു സാധാരണ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്യുന്ന വീഡിയോ കാണിച്ച് എന്നൊരു പാത്രത്തിൽ കാണിച്ചാൽ നിങ്ങൾക്കും കാണുമ്പോൾ ബോറടിക്കൂലേ? ഒരു രസമില്ലല്ലോ. പക്ഷെ കുറേ പാത്രങ്ങൾ, നല്ല വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, വീഡിയോ ഒരു കളർഫുൾ ആവും. അതിനാണ് നമുക്ക് പാത്രങ്ങൾ. ഒരു ഫുഡ് ബ്ലോഗർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഞാൻ യൂട്യൂബർ കൂടാണ്ട് ഒരു ഫുഡ് ബ്ലോഗറാണ്. ഫുഡിൻ്റെ കാര്യങ്ങൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരുപാട് പാത്രങ്ങൾ ആവശ്യമുണ്ട്. അതൊക്കെ എനിക്ക് കൊളാബായിട്ട് ഇപ്പം അവിടെ ഇന്നലെ കിച്ചൺ ടൂറിൽ കാണിച്ച ഒരു 95%, ചിലപ്പോൾ 98% വരെ എനിക്ക് കൊളാബായിട്ട് കിട്ടിയതിനാണ്, ഫ്രീ ആയിട്ട്. അൽഹംദുലില്ലാ, അതിൽ സന്തോഷം. പക്ഷേ ചിലർ പറയില്ലേ ഐശ്വൻ്റെ ഭാഗ്യം അങ്ങനെ എങ്ങനെയാണ്. നിങ്ങൾക്ക് ഇത്രയും പാത്രങ്ങൾ കിട്ടിയിട്ട് എൻ്റെ ലൈഫ് ഞാൻ എപ്പോഴും പറയും, അങ്ങനെ ഒരാളുടെ ലൈഫ് കണ്ടിട്ട് അതുപോലെ ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. കാരണം അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നു പോകുന്നതെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ സന്തോഷം കണ്ടിട്ട് അതേപോലെ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കരുത്. കാരണം ഇപ്പോൾ ഹസ്ബൻഡ് ട്രീറ്റ്മെൻറ്റ്, ഇവിടുത്തെ സിറ്റുവേഷൻ, ഇതൊന്നും നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പാത്രങ്ങളും ഈ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഈയിടയ്ക്ക് റൂഹി ഡ്രസ്സില്ലാണ്ട് വന്നതാണ്, ഞാൻ വീഡിയോ കട്ട് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ ഒരാളുടെ ലൈഫിൽ ഇപ്പം എൻ്റെ ഇവിടെ തന്നെ ഹസ്ബൻഡ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു, ചെറിയ മക്കൾ, അവരുടെ പഠിത്തം, നമ്മൾ വീട് വെച്ചു. പിന്നെ എനിക്കാണെങ്കിൽ ഓരോ വീഡിയോസ് എടുക്കാനുള്ള എഫേർട്ട്, പുറത്ത് പോകണം, അങ്ങനെ കുറേ ചുറ്റുപാട്. അതിനിടയ്ക്ക് എനിക്ക് സന്തോഷം തരുന്നത് ഇങ്ങനത്തെ കൊളാബ്സാണ്, ഇങ്ങനെ ഗിഫ്റ്റുകൾ കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിലോട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അതിൽ എന്താ പറയുക, അത് എന്ന് വെച്ചിട്ട് എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പി ആവണം എന്നൊന്നുമില്ല. ബട്ട് അൽഹംദുലില്ലാ ഞാൻ ഹാപ്പിയാണ്. എല്ലാവർക്കും ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത്. പക്ഷേ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് അതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കരുത്. അപ്പം അത് നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റൂല. റീനോട് ചോദിക്കേ, എനിക്കിപ്പോൾ കിട്ടിയ പാത്രങ്ങൾ, ഇപ്പോൾ ഉള്ള പാത്രങ്ങൾ ഒന്നും ഓവറല്ല. എല്ലാം എനിക്ക് ഓരോ വീഡിയോസിലും ഡിഫറെൻറ്റ് സമയത്ത് ആവശ്യം വരും. പിന്നെ നമ്മൾ പാത്രങ്ങൾ മേലെ എടുത്ത് വെച്ചില്ലേ, ഇതൊക്കെ ഞാൻ എടുത്ത് വെക്കാനുള്ളതാണോ എന്ന് ചോദിച്ചവരില്ലേ, അവരോട് എനിക്ക് പറയാനുള്ളത്, പിന്നെ ഞാൻ പാത്രങ്ങളെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് എനിക്ക് ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് സ്പേസുള്ള സ്ഥലത്ത് വെക്കണം, ആവശ്യമുള്ള സമയത്ത് നമ്മൾ എടുക്കും. അങ്ങനെ പാത്രങ്ങൾ കേടും വരില്ലല്ലോ. ഇത്ര പൈസ ചിലവാക്കിയ കിച്ചൺ വെറുതെ കിടക്കുന്നല്ലോ. ഇപ്പോൾ ഇതൊരു ട്രെൻഡാണ്, ഐഷ ഉപയോഗിക്കുക.
ഇവിടെ ചിലവാക്കിയ പൈസ മുതലാവേണ്ടേ, ആ അടുപ്പ് ഉപയോഗിക്കുക. ഷോ കിച്ചനാണിപ്പം. അതായത് ഇപ്പം എനിക്ക് 2 കിച്ചണുണ്ട്, ഒരു വൈറ്റ് കിച്ചണും ഒരു ഗ്രീൻ കിച്ചണും. എനിക്ക് ഇതിലൊന്ന് കമൻസിൽ എനിക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കുമ്പം ഒരുപാട് ടൈം എടുക്കും, അത് മനസ്സിലാവില്ല. അപ്പം ഇത് നല്ലൊരു കമൻറ്റ് തന്നെയാണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ വൈറ്റ് കിച്ചൺ ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ ഓപ്പണായിട്ട് മീൻസ് എനിക്ക് വീഡിയോയിലൊന്ന് വേറൊന്നും അങ്ങനെ കാണിക്കാൻ താല്പര്യമില്ല. കാരണം വീഡിയോയിൽ ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം വൈറ്റ് കിച്ചൺ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, മറ്റേ കിച്ചണിലാണ് ഫുൾ യൂസ് ചെയ്യുന്നത്. കാരണം വൈറ്റ് കിച്ചണ് ഐലൻഡ് കിച്ചണാണ്. ഐലൻഡ് കിച്ചൺ അല്ല, എൽ ഷേപ്പ് കിച്ചൺ. ഐലൻഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ നടുക്കായിരിക്കും. ഓക്കെ, നടുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. ഇത് ഐലൻഡ് ആയിട്ടല്ല, ഒരു എൽ ഷേപ്പിൽ. അപ്പം ഇത് എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുമ്പം ഈ ഐലൻഡ് കിച്ചൺ അടിപൊളിയാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അങ്ങോട്ട് ഒരു നേരെ പാസേജ് ഇല്ലല്ലോ, ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകണമല്ലോ. അപ്പോൾ അത് നമുക്ക് നോർമൽ ഒരുപാട് കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റണം എന്നില്ല. അല്ലാണ്ട് എനിക്ക് ഓക്കെയാണ് വീഡിയോ എടുക്കാൻ. മീൻസ് ഞാൻ അവിടെ കുറച്ച് ദിവസം അവിടെ ഫുഡ് ഉണ്ടാക്കിയിരുന്നു, ഫസ്റ്റ് ഒരു 3-4 ദിവസം. അപ്പോൾ തന്നെ എനിക്ക് മതിയായി. കാരണം ഓരോ ആവശ്യങ്ങൾ കാര്യങ്ങളും നടക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ മറ്റേ വർക്കിംഗ് കിച്ചണ്, അതും മോഡുലാർ കിച്ചനെയാണ്, ഗ്രീൻ കിച്ചണില്ലേ, അവിടെ അടുപ്പുണ്ട്, അടുത്ത് തന്നെയാണ് സ്റ്റൗ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ടും കൂടി കുക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്, എല്ലാം കൊണ്ടും എളുപ്പം അതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ പർപ്പസ് ഒന്നും മീൻസ് ഇൻഫ്ലുവൻസേഴ്സ് അല്ല, ഫുഡ് വ്ലോഗേഴ്സ് ഒന്നും അല്ലാത്തവർക്ക്, നോർമലായിട്ടുള്ളവർക്കൊക്കെ ഒരു സാധാ അങ്ങനത്തെ കിച്ചണായിരിക്കും നല്ലത്. മോഡുലാർ കിച്ചണിൽ തന്നെ ഐലൻഡ് അല്ലാത്ത കിച്ചണായിരിക്കും നല്ലത്, ഒരുമിച്ചല്ലാതെ കൂടി ഉള്ളത്. ഐലൻഡ് കിച്ചണ് ശരിക്കും അധികം കുക്ക് ചെയ്യാത്തവർക്കും പിന്നെന്താ ഇങ്ങനെ ഫുഡ് വ്ലോഗ്സൊക്കെ എടുക്കുന്നവർക്കും യൂസ്ഫുൾ ആവും. അപ്പുറത്ത് ക്യാമറ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കുക്ക് ചെയ്യണം, അങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ. എൻ്റെ അഭിപ്രായം കേട്ടോ, അതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിച്ച എല്ലാ സാധനങ്ങളും, ഇപ്പോൾ ഡിഷ് വാഷർ ആയിക്കോട്ടെ, OTG ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ആ മോഡുലാർ കിച്ചണിക്ക്, ഞാനൊരു ഫുഡ് വ്ലോഗറാണ്, അത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് വേണം. മീൻസ് അതില്ലാണ്ട് എൻ്റെ കിച്ചൺ കംപ്ലീറ്റ് ആവില്ല. എനിക്ക് OTG വേണ്ടെന്ന് ഞാൻ നമ്മുടെ ആർക്കിടെക്റ്റോട് പറഞ്ഞു. അപ്പോൾ ആർക്കിടെക്റ്റ് പറഞ്ഞു, നിങ്ങൾ ഫുഡല്ലേ വ്ളോഗ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വേണം. കാരണം എനിക്ക് ഇതുണ്ടല്ലോ, എയർ ഫ്രയർ 2 എണ്ണം ഉണ്ട്. അപ്പോൾ രണ്ടും ഈ OTGൻ്റെ ആവശ്യമില്ല, അത് മതി. പക്ഷേ എന്നാലും നിങ്ങൾ അത് ആ ഒരു രീതിയിലാണ് വാങ്ങിച്ചത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓപ്പണായിട്ട് പറയാണ്. നിങ്ങളുടെ അടുത്ത് എയർ ഫ്രയർ ഒക്കെ ഉണ്ടെങ്കിൽ, അത്യാവശ്യം ഒരു ഇമ്പാക്സിൻ്റെ എയർ ഫ്രയർ ഉണ്ടായിരുന്നില്ലേ നമ്മൾ റീസെൻ്റ്ലി കാണിച്ചത്, അതിൽ നമുക്ക് അത്യാവശ്യം ബേക്ക് ചെയ്യാനും അത് എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്ന ഒരു എയർ ഫ്രയറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നോർമൽ യൂസിനൊക്കെ ആ എയർ ഫ്രയർ അടിപൊളിയാണ്. ഈ OTGക്ക് 45 അങ്ങനെ എന്തോ ഉണ്ട്, ഹാഫ്ലൻ്റെ ആണ്. അതിനേക്കാളും നല്ലത് ഇതായിരിക്കും. ഇതും ഞാൻ ഒബ്വിയസ്ലി ഞാനിത് ഓപ്പണായിട്ട് പറയാണ്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണം, അല്ലാണ്ട് ഒരാളുടെ കിച്ചണിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വാങ്ങിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്കത് ആവശ്യമുണ്ടോ അതൊന്ന് ചിന്തിച്ചിട്ട് വേണം ഓരോ സാധനങ്ങളും ഞാൻ വീഡിയോയിൽ കാണിച്ചത് വാങ്ങിക്കാൻ. പിന്നെ കിച്ചണിൽ ഉപയോഗിച്ചുള്ള സാധനങ്ങളൊക്കെ, അതൊക്കെ എല്ലാതും കൂടി നമുക്ക് എല്ലാ ആക്സസറീസും നമുക്ക് വേണമെന്നില്ല. ഇപ്പം ആ ഒരു പാൻ ഇങ്ങനെ വലിക്കുന്നില്ല, പാൻ ഹോൾഡേഴ്സില്ലേ, അത് നമുക്ക് ഫ്രൈങ് പാൻസൊക്കെ കുറേ ഉള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും അത് ആവശ്യമായിരിക്കും. കോർണർ യൂണിറ്റ്, അതൊക്കെ പാത്രങ്ങളൊക്കെ ഉള്ളവർക്ക് മീൻസ് കോർണറിൽ വെക്കാൻ, അതൊക്കെ ഒരു ഷോക്ക് മാത്രമല്ല. പിന്നെ അതുപോലെ ടാൻഡം ബോക്സിൽ കിച്ചൺ, ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയുണ്ടാവുള്ളൂ. അതൊക്കെ എന്താ പറയുക, മസ്റ്റായിട്ടൊരു കിച്ചണിൽ ആവശ്യമുള്ളതാണ്. നമുക്ക് മറ്റേ സ്പൂണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളത്, കട്ട്ലറീസൊക്കെ വെക്കാനുള്ളത്. സോ നമ്മളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് വേണം വീടാണെങ്കിലും കിച്ചണാണെങ്കിലും ഒക്കെ ചെയ്യാൻ. ഇപ്പം ഈ ഒരു വീട് ഞാൻ പറഞ്ഞല്ലോ, ഈ വീട് ഈ ഒരു ലുക്കിലല്ലായിരിക്കും ഇപ്പം നമ്മൾ ഇടപെട്ടില്ല എന്നാണെങ്കിൽ ആവല്. വേറെ ഏതോ ഒരു യൂറോപ്യൻ സ്റ്റൈൽ, ഇതും ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ്, പക്ഷേ വേറൊരു ലുക്കിലായിരിക്കും. കാരണം ഫുൾ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിൽ ജനലുകൾ വേണം, കമ്പി വേണം, അല്ലാണ്ട് എനിക്ക് സേഫ്റ്റീൻ്റെ കുറവുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സ്ഥലത്ത് നമ്മൾ സാധാ നോർമൽ ജനലുകളാക്കി. അതിന് പകരം പല ടൈപ്പ് ബേ വിൻഡോസ് അങ്ങനെയൊക്കെ വെച്ച് നല്ല വേറൊരു ഗ്രാൻഡ് ലുക്ക് ആവുമായിരുന്നു. പക്ഷെ നമ്മളത് ഒഴിവാക്കി. എനിക്ക് പിന്നെ മെയിൻ്റനൻസും കുറവ് വേണം എന്നൊക്കെ പറഞ്ഞ്, അതായത് ഇപ്പം ഞാൻ മെയിൻ്റനൻസ് നോക്കുന്ന ആളാണ്. ഇപ്പം നിങ്ങൾ മെയിൻ്റനൻസ് നോക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾക്കത് വെക്കാം.
അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഒരു വീട് വെക്കേണ്ടത്, അല്ലെങ്കിൽ കിച്ചൺ ചെയ്യേണ്ടത്, കിച്ചണിനകത്തുള്ള സാധനങ്ങൾ വാങ്ങിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയിട്ടല്ല. മറ്റുള്ളവർ ചെയ്തു അതുകൊണ്ട് നമ്മൾ വെക്കണം അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. ഇലാൻ ഓൺ വീൽസ്. ഉപയോഗിക്കാതെ കുറേ പാത്രങ്ങൾ ഉണ്ടായിട്ടെന്താ കാര്യം? കിച്ചൺ നിറയ്ക്കാനല്ലാണ്ട് ഉപയോഗിക്കാത്ത സാധനങ്ങൾക്ക് വേണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ടൈം വേസ്റ്റ്. ഈ വീഡിയോയിൽ, കിച്ചൺ ടൂർ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇത് എപ്പോഴും ഉപയോഗിക്കാത്ത പാത്രങ്ങളാണെന്ന്. അതായത് നമ്മളൊരു ദിവസം എത്ര പാത്രങ്ങൾ ഉപയോഗിക്കും? കുഴപ്പമില്ലാണ്ട് ഫുഡ് കുക്ക് ചെയ്യുന്നവർ കുറച്ച് പാത്രങ്ങൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഈ കാണുന്ന പാത്രങ്ങളെല്ലതും ഒരുമിച്ച് വേണ്ടല്ലോ. എനിക്ക് കുക്കിംഗ് വീഡിയോസ് എടുക്കുമ്പോഴാണ് ഈ പാത്രങ്ങളൊക്കെ ആവശ്യം. ഇൻഷാ അല്ലാഹ് ഇവിടെയുള്ള എല്ലാ പാത്രങ്ങളും എനിക്ക് ഓരോ സമയത്ത് വേണ്ടി വരുന്ന പാത്രങ്ങൾ തന്നെയാണ്. അതും ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു. ചില വീഡിയോസിൽ പറയും അവർ കളേഴ്സ് നോക്കണം എന്ന്. അതായത് ചില ബ്രാൻഡ്സിന് ബ്രൈറ്റ് കളേഴ്സ് പറ്റില്ല, ചില ബ്രാൻഡ്സിന് ലൈറ്റ് കളേഴ്സ് പറ്റില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പാത്രങ്ങൾ വേണം. അപ്പോൾ ഞാൻ ഈ കിട്ടിയ പാത്രങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വേറെ ആൾക്കാരിൽ നിന്ന് പാത്രങ്ങൾ വാങ്ങിക്കണ്ടേ, അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണ്ടേ? അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ അത് ഫുഡ് വ്ലോഗ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയും. അവർക്ക് ഇതുപോലെ ഒരുപാട് ആൾക്കാർ പ്രൊമോഷനായിട്ട് പാത്രങ്ങളും കൊടുക്കും. ആ പാത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ നോക്കും അല്ലേ. OTG, ഹുഡ്, ഹോബ് എല്ലാം വേസ്റ്റ് ആവും. തസ്ലീന നൗഫൽ. നമ്മൾ എന്നും ഓലക്കൊടി കത്തിച്ച് കഞ്ഞിയും പയറും ദോശയും കഴിക്കുന്ന ടൈപ്പാണെങ്കിൽ, വ്ളോഗറാണെങ്കിൽ വീഡിയോ എടുക്കാൻ കൊള്ളാം. ജീവിക്കാൻ ഇത്രയും സെറ്റപ്പ് വേണ്ട. ഇതിനിടയിൽ കിടന്ന് ലൈഫ് വിൽ എൻഡ്. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ ഒരു കമൻറ്റിന് കുറച്ച് കഴിഞ്ഞിട്ട് റിപ്ലൈ എടുക്കാം. എന്താ രസമല്ലേ. ഇന്ന് ഫുള്ളൊരു മൂടിക്കെട്ടി കാലാവസ്ഥയാണ്. ശരിക്കും ഈ മഴ ഇതിലൂടെ കാണുന്നില്ല കേട്ടോ. ഈ സമയത്തൊരു പഴംപൊരിയും ഒരു മിനിറ്റ്, പഴംപൊരി നല്ലൊരു ചായയും ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം കേട്ടോ. എന്നാലേ കഴിക്കാൻ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവർ പറഞ്ഞാൽ ശരി തന്നെയാണ്. വേസ്റ്റ് ആവുന്നൊന്നുമില്ല. കാരണം എല്ലാവരും ഉപയോഗിക്കും. അങ്ങനെ വെറുതെ യൂസ് ചെയ്യാണ്ടിരിക്കുന്നില്ല. പിന്നെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അടുപ്പ് തികയില്ല. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇതിനൊന്നും ശരിക്കും മറുപടിൻ്റെ ആവശ്യമില്ല. ഇതിനിടയിൽ കിടന്ന് ലൈഫ് വിൽ എൻഡ്. അതെനിക്ക് മനസ്സിലായില്ല. ലൈഫ് എന്തായാലും അവസാനിക്കും ഒരു ദിവസം. അത് നിങ്ങളുടെ ആണോ ആദ്യം അവസാനിക്കുക, നമ്മളുടെ ആണോ ആദ്യം അവസാനിക്കുക, ഒന്നും ആർക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മൾ പറയേണ്ട കാര്യങ്ങളല്ല. ഒരിക്കലും ഒരാളോട് ഓപ്പണായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയും ചെയ്യരുത്. ഇതിപ്പം എനിക്കാണല്ലോ ഈ മെസ്സേജ് ആക്കിയത്. ഇപ്പം നമ്മൾ പബ്ലിക്കായിട്ട് ഒരാളോട് പറയുകയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലൂടെ പറയുകയാണ് ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല. ഇതിപ്പം എൻ്റെ മെസ്സേജിന് താഴെയല്ലേ വന്നിട്ടുള്ളത്. അപ്പം എന്താ പറയുക, അവരുദ്ദേശിച്ചത് തന്നെയാണല്ലോ. എന്തായാലും തസ്ലീന നൗഫൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നെഗറ്റീവായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല ഒരു കമൻറ്റ്. പക്ഷേ ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ടൂർ വീഡിയോയിലാണ് ഇത് ഉണ്ടായിരുന്നത്. കോമൺ ആയിട്ടുള്ള എന്താ പറയുക, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീട്ടിലുള്ളത് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഫുഡ് വ്ളോഗേഴ്സിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാവും. അത് മനസ്സിലാക്കാനുള്ളൊരു ഇത് കാണിക്കാം കേട്ടോ. സന ഷാമിൽ അടുത്ത മെസ്സേജ്, അടുത്ത കമൻറ്റ്, ഒരു വീട് അതിനെ സംബന്ധിച്ചുള്ളതും അത് ഓരോ വ്യക്തിയുടെയും ഡ്രീമാണ്. അവർ ജനിച്ചപ്പോൾ കിട്ടിയതല്ല ഇത്, അവരുടെ എഫേർട്ടിൻ്റെ റിസൾട്ട് എന്ന് മാത്രം. നമ്മൾ പരിശ്രമിച്ചാൽ നമുക്കും പറ്റും. ഈ പറയുന്ന എനിക്കൊരു വീട് വയ്ക്കാം എനിക്കില്ല. നെക്സ്റ്റ് പാത്രം അവർക്ക് ഒരുപാട് പ്രൊമോഷൻ കിട്ടിയതാ. പിന്നെ അവരുടെ ചാനൽ തന്നെ മെയിൻലി കുക്കിംഗ് ആണ്. സോ അതിന് അവരുടെ ജോലിക്ക് ആവശ്യമുള്ളത് അവർ തന്നെ വാങ്ങണ്ടേ. നമ്മൾ നമ്മളെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാ മറ്റുള്ളവർക്ക് വരും. എൻ്റെ ഒരഭിപ്രായമാണ്. താങ്ക് യു സന ഷാമിൽ. എന്താ പറയുക, താങ്ക് യു, സന്തോഷം. ഇതിന് എനിക്ക് മറുപടി ഒന്നുമില്ല. കാരണം
നിങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് മെസ്സേജ് കേട്ടപ്പോൾ. താങ്ക് യു. എനിക്കെന്തോ ഭയങ്കര തലവേദന പെട്ടെന്ന് വന്നു, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അതാ ഞാൻ കുറച്ചൊന്ന് ഡെസ്പായത്. പുറത്താണെങ്കിൽ നല്ല മഴ, തെങ്ങൊക്കെ ഇങ്ങനെ ഇളകുന്നു. അതും കൂടി കാണിച്ചു തരാം. ഓക്കെ, നല്ല കാറ്റുണ്ട്. ശരിക്കും വീഡിയോ ഇതൊന്നും വല്ലാണ്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ തെങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ ആടി കളിക്കണം. എന്തോ എനിക്കിന്ന് വയ്യ. ഇനിയും കമൻസ് ഉണ്ട്, ഞാൻ കമൻസ് എല്ലാം കൂടി ഒന്ന് വായിക്കാം. ഇനിയിപ്പം കുറ്റം പറയല്ല കേട്ടോ, സോറി. ഞാൻ നമ്മുടെ ഒരു അവസ്ഥ പറയണം. ഭയങ്കര മഴ. അതുപോലെ തന്നെ സൈനബ് നസീം വീണ്ടും മെസ്സേജ് ആക്കിയിട്ടുണ്ട്. അവർ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. മുഹമ്മദ് സിനാൻ ഒഫീഷ്യൽ, കുറേ പാത്രങ്ങൾ പാവങ്ങൾ കൊടുത്തൂടെ, ഒരു ഫ്രൈങ് പാൻ പോലും ഇല്ലാത്ത എത്ര സാധുക്കളുണ്ടാവും. എനിക്കിഷ്ടമല്ല ഈ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ഇങ്ങനെ പറയുന്നത്, പക്ഷെ ഞാൻ കൊടുക്കാറുണ്ട്. ഓക്കെ, അടുത്തത് ഈ ഗിഫ്റ്റ് ഇട്ടത് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് അവർ തന്നത് എന്നോടുള്ളൊരു വിശ്വാസത്തിന് പുറത്താണ്. ഞാൻ വീഡിയോ ചെയ്യും എന്നുള്ള വിശ്വാസത്തിന് പുറത്ത്. എനിക്ക് ഡെയിലി അത് യൂസ് ചെയ്യാൻ ഞാൻ വേറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതുകൊണ്ടൊരു കാര്യമുണ്ടോ, അതുകൂടി ആലോചിക്കണം. അപ്പം ഒരാൾ നമുക്കൊരു പ്രൊമോഷൻ തന്നാൽ എനിക്ക് എൻ്റെ ഒരു എത്തിക്സ് വെച്ചിട്ട് ഞാനത് മാക്സിമം പ്രൊമോട്ട് ചെയ്യുകയാണ് എൻ്റെ ഒരു ഇത്. നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഞാൻ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഓക്കെ. ജമീല ഷാജി, പാത്രക്കടയാണോ എന്ന് 20 ലൈക്ക്. കളിയാക്കാൻ നിൽക്കുവാണേ. അപ്പം പരിപാടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പാത്രങ്ങൾ എത്ര തന്നെ ഉണ്ടായാലും മതി വരില്ല എന്ന് അടുത്ത ആൾ. ഐ യൂസ് ടു വാച്ച് മെനി ന്യൂ ഹോം വീഡിയോസ്. എൻ്റെ ഹൗസ് ഓൾറെഡി വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. സോ എൻ്റെ ഐഡിയാസ് ഇങ്ങനെയാണ്. ഡു വി റിയലി നീഡ് ദിസ് മെനി തിങ്സ്? നമ്മൾ ജസ്റ്റ് ഷോ എൻ്റെ ഭംഗി വെച്ചാൽ മെയിൻ്റെനൻസ് ഈസി ആയിരിക്കും. നമ്മൾ ഫുഡ് വ്ളോഗേഴ്സാണ്, യൂട്യൂബേഴ്സാണ്. നമുക്ക് കുറേ ഭംഗിയുള്ള പാത്രങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ വേണം, അല്ലെങ്കിൽ വീഡിയോസ് ആരും കാണൂല. അത് ഫസ്റ്റ് തിങ്. ബട്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. ഈ കാണിക്കുന്ന സാധനങ്ങളെല്ലാതും നിങ്ങൾ വാങ്ങിക്കണം ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഞാൻ എപ്പോഴും വീഡിയോയിൽ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളവർ, ഇഷ്ടമുള്ളവർ, വേണ്ടവർ, അങ്ങനെയല്ല പറയാം. നിങ്ങളെല്ലാവരും വാങ്ങിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക, അല്ലാത്തവർക്ക് കാണാം. പാത്രങ്ങൾ കാണാനും ഇഷ്ടമുണ്ടാവില്ല എല്ലാവർക്കും. അങ്ങനെ ചിന്തിക്കൂ കേട്ടോ. ഈ 2 കിച്ചണുള്ളതിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ബസീമ റഹീം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി. അതായത് ഞാൻ ഒരു കിച്ചണിൽ വീഡിയോ ഷൂട്ട് ചെയ്യും, മറ്റേ കിച്ചണിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചോറും കറിയൊക്കെ വെക്കണം. നമുക്ക് ഡെയിലി നമ്മൾ ഈ കുക്ക് ചെയ്യണ മീൻസ് വീഡിയോ എടുക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ ഡെയിലി കുക്കിംഗ് നമ്മൾ മറ്റേ കിച്ചണിൽ നടക്കുന്നുണ്ടാവും. അപ്പോൾ ആ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബോറിങ്. അപ്പോൾ ഞാൻ അവിടെ ചോറ് അരി തീമട്ടതിന് ശേഷം ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും കുക്കിങ്ങിലോ വീഡിയോ ഷൂട്ടിങ്ങിലോ ഒക്കെ നിൽക്കും. അപ്പോൾ എനിക്ക് 2 കിച്ചണും എനിക്ക് അതിന് യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വൈറ്റ് കിച്ചൺ ഉണ്ടല്ലോ, അതിൽ കുക്ക് ചെയ്യുന്നില്ലെങ്കിലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. വീഡിയോ എടുക്കാനും അൺബോക്സിങ് വീഡിയോസ് എടുക്കാനും അങ്ങനെ കുറേ കാര്യങ്ങൾക്കായിട്ട്. അത് മുതലായി തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം എനിക്ക് മറ്റേ കിച്ചൺ മാത്രമാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതിന് സാധിക്കില്ല. അത് ടൈം കഴിഞ്ഞപ്പോൾ അത് ലൈറ്റ് പോകും, അങ്ങനെ കുറേ ഇഷ്യൂസ് വരും. ഈ കിച്ചണിലോട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കുന്നവരുടെ കേസ് മാത്രം കേട്ടോ. നമ്മൾ ഇത്രയും ഉപയോഗിക്കാണ്ട് എന്തിനാ പാത്രങ്ങൾ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ മരിച്ചു പോയാൽ പിന്നെ ആർക്ക് വേണ്ടി കണ്ടിരിക്കാനാണെങ്കിലും ഷോപ്പിൽ പോയാൽ പോരെ. അഷു റാഖ് നേരത്തെ പറഞ്ഞു. പിന്നെ അതുപോലെ മരിച്ചു പോകുമ്പോൾ പാത്രം കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കാൻ, അതിനും വേണ്ടിയിട്ട് എന്താണ് ഇപ്പം ഇവിടെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ കാണിച്ച വീഡിയോയിൽ അതിനകത്രം പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ തന്നെയാണ്. പിന്നെ ഒന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ല, എല്ലാം കൊളാബായിട്ട് തന്നെയാണ്. പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോഴല്ലേ പ്രശ്നം. എല്ലാം കൊളാബായിട്ട് ആളുകൾ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി തരുന്നതാണ്, അലോങ് വിത്ത് പേയ്മെൻറ്റ് വീഡിയോ ചെയ്യാൻ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ആ പേയ്മെൻറ്റ്, അതെൻ്റെ ജോലിയാണ്, എൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ പേയ്മെൻറ്റ് കളയണത്? എൻ്റെ ജോലിക്ക് എനിക്ക് പേയ്മെൻറ്റ് തരുന്നുണ്ട്, പാത്രങ്ങളും തരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ അത് ഒഴിവാക്കുന്നതെന്ന് ഞാൻ ചോദിക്കണത്. ഞാൻ അവരോട് പറയണോ, അതോ എനിക്ക് കുറേ പാത്രങ്ങളുണ്ട്, എനിക്ക് പേയ്മെൻറ്റ് വേണ്ട, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയണോ? എനിക്ക് മനസ്സിലാവുന്നില്ല.
ഓക്കെ, അപ്പോൾ അതാണ് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയും കുറേ കമൻസ് ഉണ്ട്, എനിക്കത് നല്ല തലവേദന പെട്ടെന്ന് വന്നതാ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക. ബൈ ബൈ.